ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് അളവ് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അളവ് അവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വളരെ തിന്നായിട്ടുള്ള അവിലായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവിലാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ മതിയാകും. വെളുത്തതോ ബ്രൗൺ നിറത്തിലുള്ളതോ ആയിട്ടുള്ള അവിൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നല്ല കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 2 ടേബിൾ സ്പൂണോളം കാണും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ അതും 2 ടേബിൾ സ്പൂണോളം കാണും. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തൈര് ഒരല്പം പുളിപ്പുള്ള തൈരായതുകൊണ്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത്. ഒരല്പം കട്ടിയായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പും ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന റവയുടെയും അവിലിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർത്ത് നല്ല കട്ടിയായിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. കൺസിസ്റ്റൻസി ഏത് രീതിക്കാണ് വേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. ഈ ഒരു രീതിക്ക് തിക്കായിട്ടുള്ള കൂട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവയും അവിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതൊന്ന് കുതിർന്ന് വരണം. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇനി ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒന്ന് ചെറുതായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ കൂട്ട് ഇപ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഞാനിവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട്. ടോട്ടലായിട്ട് ഞാനിതിൽ 1/4 കപ്പ് അളവ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടിയിലാണ് ഞാനിതിപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. എണ്ണ ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കൂട്ടാണ് ഞാനിപ്പോൾ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ച് 2 മുതൽ 3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നോളും. ഇപ്പോൾ ദാ ഏകദേശം 3 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമ്മൾക്കിത് തുറന്ന് നോക്കാം. ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് നേരം ആകുമ്പോഴേക്കും തന്നെ ഇത് കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നോളും. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കണം എന്നില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.